ഗായ്സ്, ജെഡി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന ഒരാൾ അവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൗദിയിൽ വന്നതിന് ശേഷം ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്ടില്ലേ, രണ്ടാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പീസൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താ പറയുക, ഫസ്റ്റാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ആദിൽ, സുഹൈൽ, സൈഫുക്ക, പിന്നെ നമ്മളെ മഷൂദ്. അപ്പോൾ എന്താണ് നേരെ പോകാൻ പോകുന്നത് റൊമാൻസിയൊക്കെയാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. സംഭവം നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങിയാലാണ് വീഡിയോന്റെ ഇൻട്രോ എടുക്കുന്നത്. എന്തായാലും ഭക്ഷണം അടിപൊളിയല്ലായിരുന്നു, സൂപ്പർ ഭക്ഷണമായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പം എന്താണ് റൊമാൻസിയിൽ പോയി ഭക്ഷണം ചെറിയൊരു വീഡിയോ കേട്ടോ, കുറച്ച് നേരമേ ഉള്ളൂ, അവൻ ജസ്റ്റ് കണ്ടിട്ട് വന്നോളൂ. അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ റൊമാൻസി. അതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ആ കാണുന്ന സ്ഥലത്ത് ഷവർമ അങ്ങനത്തെ സാധനങ്ങൾ, ഇത് ഈ കാണുന്ന ജ്യൂസും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. 2 മന്തി ഫുള്ള് പറഞ്ഞേക്ക് തിന്നുവോ? ആയിക്കോട്ടെ, ഏതായാലും ഓക്കെ. ഒന്ന് നിങ്ങൾ ഏറ്റെടുത്തോ? ചോറ് ഇതാണ് നമ്മളെ റൊമാൻസിയ. അപ്പൊ അത്ര തന്നെ. ഇതിപ്പോ നമ്മളെ പിന്നെ ഈ അവിടെ ഇന്ത്യക്കാരനെ നമ്മളോട് പറഞ്ഞേ, പിന്നെ ഏതായാലും നിങ്ങൾ ഇന്ത്യക്കാരല്ലേ, കുറച്ച് വലിപ്പമുള്ള എടുത്തിരുന്നോളി. വലിപ്പം ഉണ്ടാവുന്ന പറഞ്ഞാൽ എത്ര പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇപ്പോൾ ഓർഡർ ചെയ്താലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും, കുറേ നേരം ഇരിക്കേണ്ടി വരും, നല്ലോണം വിശന്നിട്ടേ സാധനം വരും. അപ്പോൾ പെട്ടെന്ന് തീരും. കൂടുതൽ ഓർഡർ ചെയ്തെന്നുള്ള പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഒറ്റൊന്നുമില്ലാണ്ട് ഫോണിൽ കളിക്കുക. എത്തപ്പോ ബംഗ്ലാദേശിന്റെ ടെൻഷനല്ലോ. ബംഗ്ലാദേശിന്റെ ടെൻഷനില്ലാത്രേ. വയനാട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് മൂപ്പർക്ക് ടെൻഷനില്ല. എന്താ ചെയ്യാ, വയനാടിന്റെ കാര്യത്തിൽ ടെൻഷനില്ല, ഇവിടെ പണിയാവാത്ത ടെൻഷൻ, വയനാടിന്റെ ടെൻഷൻ. പിന്നെന്താണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ സൗദിയിൽ ആരും ഉണ്ടാവില്ല അത്ര, അതിന്റെ ടെൻഷൻ വേറെ. ഫുഡ് കഴിച്ച് അധികമായി, അതിന്റെ ടെൻഷൻ വേറെ, വള്ള കൂടിയിട്ട്. പിന്നെ ഇപ്പൊ ഫുഡ് എത്താത്ത വേറെ ടെൻഷൻ, മൊത്തം ടെൻഷനാണ്. ഇവന്റെ ടെൻഷൻ എന്താ പറഞ്ഞാല്, അല്ലേ, ഗെയിം കളിക്കാൻ പറ്റാത്ത ടെൻഷൻ. ഇപ്പൊ ഏതോ ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു അത്രേ 9 മണിക്ക്, അത് കളിക്കാൻ പറ്റിയില്ല. അപ്പൊ ഫുഡ് കഴിക്കാവുന്നതിനെ കൊണ്ട് അതിന്റെ ടെൻഷനാ മോന്. എന്താ ചെയ്യാ, വിശന്ന് വീണേ. നമ്മളെ സാധനം എത്തിയേ ഉണ്ടല്ലേ, ഇത് കൊണ്ടുവച്ചിരിക്കുന്നത്, അതാ കൊണ്ടുവരണം. വലൈക്കും അസ്സലാം, സലാം ഒക്കെ പറഞ്ഞു. എന്താ ഫുൾ സെറ്റ്. ഇങ്ങോട്ട് തട്ടിവിട്, ഒറ്റ തട്ട്. എന്റെ ചങ്ങായി തിന്നോ പറയും. ഇനി വീഡിയോ എടുത്താൽ എനിക്ക് സാധനം കിട്ടൂല, ഇത് തിന്നു കഴിഞ്ഞിട്ട് കാട്ടിത്തരാം കേട്ടോ. രണ്ടാമത്തെ റൗണ്ടാണ്. ഇത് തിന്ന് എന്താ ഇപ്പൊ കാരണേ, വയനാട്ടിലെ നാട്ടിലുണ്ടോ, വയനാട് അടിഞ്ഞുകൂടിയേക്കാണോ അപ്പുറം ഉണ്ട് അത്ര. ആരാ തിന്ന അറിയതാ? അതിൽ ഇങ്ങനെ തിന്നു വിചാരിച്ചില്ലല്ലോ. ചോറ് കഴിക്കൂല, ഇഷ്ടല്ലേ?
ഒരു ചെമ്പോ ഈ ചെമ്പിലുള്ള മൊത്തം ഓനത് ഓ രണ്ടാമത്തെ എടുത്തേക്കണ്ട ഇങ്ങനെ അത് ഇവന്റെ പ്രശ്നക്കാരത്തിന് മധുഭൂതം ഉണ്ടാക്കാൻ വേണ്ടി ഏത് കല്യാണം കഴിഞ്ഞോടനെ അല്ല മോനാട് കുത്തിരുന്നു എന്തായി നീ എന്താ ഈ സവന പിടിക്കാത്ത ഇഷ്ടല്ല ഓ ക്രിസ്ത്യാനോന്റെ ആളാണ് ഈ ഇത് കൊടുക്കാറപ്പോ ഏത് മെസ്സിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ക്രിസ്ത്യാനോ ആണ് അതിലൊക്കെ ക്രിസ്ത്യാനോനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു മെസ്സിന്റെ ആരാധകൻ ക്രിസ്ത്യാനോനെ സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് ആ കണ്ടോ തിന്ന് ഫ്ലാറ്റ് കുനാഫ വന്നു മോനെ കുനാഫ തുറക്ക് എന്റെ പൊന്നോ മോനെ ഇത് കിട്ടില്ല ഒരു രസം ഇത് വേണ്ട അഭിപ്രായം പറയും സൂപ്പറല്ലേ दूसरा लेवल है इस दुनिया में ऐसा वाला अच्छा वाला महंगा वाला कुनाफा कभी भी नहीं देखा है मैं കയ്യ ഗാനങ്ങോട്ട് കയറിയപ്പേ ബെഞ്ച് ചോദിച്ചാണ് ഇതെന്താ ബാർബർ ഷോപ്പ് വന്ന് ഇവിടുന്ന് അത്താല വരെ കാണാലോ ബാർബർ ഷോപ്പ് പിന്നെ വേറൊന്ന് കജ്ജി ആട്ടിയാല് ചാടി വരും ആ താങ്ക് യു അങ്ങനെ ഇന്നത്തെ ഭക്ഷണവും കാര്യങ്ങളും കണ്ടില്ലേ ഈ ഒരു സൗദി അറേബ്യയില് എനിക്ക് തോന്നുന്നത് ഈ ഒരു മന്തി മദ്ബി ആ ഒരു റൈസും അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ കുനാഫ് ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ എന്താ പറയാ, ഏതൊരു ടൈമിൽ അവിടെ പോയിട്ടും ഞാനിതിന്റെ മുന്നേ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇതിപ്പം ഒരു കാര്യം പറയാൻ മറന്നുട്ടോ, നമ്മളെ സെയ്ഫുഖാന്റെ ചെലവായിരുന്നു. നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ സെയ്ഫുഖാന്റെ ചെലവായിരുന്നു വെറുതെ ഒരു രസത്തിന്. അപ്പൊ എന്തായാലും ഇത്രക്ക് ഒരു എന്താ പറയാ, ആര് പോയാലും എന്ത് ചെയ്യൂലെന്നറിയോ, മോശമാവൂല, നല്ല ഭക്ഷണം ആയിക്കും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ഇനി ഇങ്ങനെ നമ്മളെ ചാനലിൽ വരും. കുറെ കാലമായില്ലേ നമ്മള് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പൊ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുക, ഒരുപാട് നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട്. വേറൊന്നും പറയാനില്ല, ഇതുപോലെ സപ്പോർട്ട് ചെയ്തപോലൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷ വാർത്തയും കൂടി അറിയിക്കുകയാണ്. ഇനിയിപ്പം നമ്മളെ വ്യൂസൊക്കെ കൂട്ടണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും. അതിനെ കൊണ്ട് എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം ബൈ ഗായ്സ്.